ജൂലൈ 18 എന്ന് പറഞ്ഞ് ആ ദിവസം ഈ 31 വീടുകൾ കൊടുക്കണം എന്നുള്ളത് തീരുമാനമാണ്. അതിനുള്ളിൽ 53 നടക്കുവാണെങ്കിൽ നടക്കട്ടെ, അല്ലെങ്കിൽ അതിനുശേഷമായാലും മതി. ഈ 31 വീടുകൾ നമ്മൾ പൂർണ്ണമായും നടപ്പാക്കിയിരിക്കുന്നുള്ള കാര്യം സംശയമില്ല. അതിൽ തറക്കല്ലിട്ട് കഴിഞ്ഞു. 30 നടക്കുകയാണ്. നാളെ ഒരു വീടിൻ്റെ തറക്കല്ലിടിയിൽ രാത്രി 7 മണിക്ക് എറണാകുളത്ത് നടക്കും. അതുകൂടെ കഴിഞ്ഞാൽ 31 വീടിൻ്റെയും പണി തുടങ്ങുകയാണ്. യാതൊരു സംശയവും വേണ്ട. എനിക്ക് ഓൾറെഡി ആദ്യം തറക്കല്ലിട്ട മീനിടത്തിൻ്റെ ഫോട്ടോസ് എനിക്ക് ജീമോൻ അയച്ചിട്ടുണ്ട്. അതൊരുവിധം പണിയായി തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലായിടത്തും അതേപോലെ പണി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും പിന്തുണയും. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ പിതാവ് എന്നെ സംബന്ധിച്ച് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് മരിച്ചിട്ടില്ല. ഞാൻ തൊട്ട് മുമ്പ് ഇവിടുത്തെ അമ്പലത്തിലാണ് പോയത്. മലകുന്നം അമ്പലം, അയ്യപ്പൻ്റെ അമ്പലം. അവിടെ എന്നെ വിളിക്കാൻ പോയപ്പോൾ പുള്ളി വിളിച്ച ഉമ്മൻചാണ്ടി ഇതാണ്. അത് നാവ് ഉടക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ അവിടെ വന്നതായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്കതിനു മുമ്പ് കണ്ണൂരിൽ ഞാൻ പോയപ്പോൾ കണ്ണൂരിൽ വീട് ചെയ്യണമെന്ന് ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം പയ്യാവൂർ ഉപവാസ സമരം നടത്തിയത് കണ്ണൂരാ. അവിടെ ചെന്നപ്പം എനിക്ക് 4 കത്തിൽ 3 കത്ത് ഉമ്മൻചാണ്ടി MLA. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് അത് മരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇത്രയും വീടുകൾ ഇത്രയും കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവണം. വലിയൊരു സംരംഭമാണ്. അത് ചെറിയതായിട്ട് നിർത്താൻ സാധിക്കത്തില്ല. നമുക്ക് നമ്മുടെ അന്തിമമായ ലക്ഷ്യം പുതുപ്പള്ളിയിൽ ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളി വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ്. അതിനുവേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ്. കാരണം എളുപ്പമല്ല. ആ പോരാട്ടത്തിൽ പുതുപ്പള്ളിയിലെ ഓരോ സാധാരണക്കാരൻ്റെയും പാർട്ടി പ്രവർത്തകൻ്റെയും പിന്തുണ എനിക്കുണ്ടാവണം. യാതൊരു സംശയവും വേണ്ട. ഇതിനകത്ത് ട്രസ്റ്റിന് യാതൊരു റോളുമില്ല. ഇതിനകത്ത് ബെനിഫിഷ്യറിക്കും സ്പോൺസറിനും ഇടയ്ക്കുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു പൈസ കൊണ്ട് മേടിക്കത്തില്ല. ഒരു പൈസ നമ്മൾ മേടിക്കുകയില്ല. ട്രസ്റ്റും ഇതിന് ഇടനില റോളേ ഉള്ളൂ. ഈ സ്പോൺസറും ഈ ബെനിഫിഷ്യറിക്കും ഇടയിൽ തീർച്ചയായിട്ടും ഒത്തിരി സുമനസ്സുകൾ കടന്നു വരട്ടെ. എൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും നമ്മളെ നയിക്കുക. അദ്ദേഹം